ജബ്രി ടോപ്പിക് എപ്പോഴും വിചാരിക്കും ഈ ജബ്രി പറ്റി ഇനിയൊന്ന് സംസാരിക്കാൻ നിൽക്കേണ്ടതാണ്. പക്ഷെ എന്ത് ചെയ്യുക, അവർ ഓരോന്ന് ചെയ്തു വയ്ക്കുമ്പോൾ സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. കുറേ കാര്യങ്ങളുണ്ട്, പക്ഷെ എന്നാലും കട്ട് ഷോട്ട് ചെയ്ത് സംസാരിക്കാം. ഒന്നാമത്തെ കാര്യം, യെസ്, അവർ ആ ഒരു പ്ലക്കാർഡ് എടുത്തിട്ട് കൊണ്ട് കുത്തിവെക്കുന്ന സംഭവം അവർ നന്നായിട്ട് കളിച്ചു, നല്ല പ്ലാനിങ്ങോടുകൂടി കളിച്ചു, അവർ ജയിച്ചു, നല്ല പ്ലാനിങ് ആയിരുന്നു. അത് അപ്രീഷിയേറ്റബിൾ ആണ്. കാരണം ഒരുമിച്ച് നിന്ന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോക്കസ് തെറ്റാതെ ഗബ്രിയെ ജയിപ്പിച്ചു, ജാസ്മിനും കട്ടയ്ക്ക് നിന്നു. അത് നല്ല കാര്യം. പക്ഷെ ഇപ്പോഴും അവരുടെ ആ ഒരു ഒറ്റക്കെട്ട്, ജാസ്മിൻ ഈ പറഞ്ഞ ഒരു ഗബ്രിയെ പറ്റി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ആയിട്ട് അവിടെ കയറി റിയാക്ട് ചെയ്യുന്നുണ്ട്. കുറേ ഫേസ് എക്സ്പ്രഷൻസും അല്ലെങ്കിൽ ജാസ്മിൻ സംസാരിക്കുന്ന കാര്യങ്ങൾ ഒരു എന്താ പറയുക, ഗബ്രിയെ കമ്പാരിറ്റീവ്ലി വച്ച് നോക്കുമ്പോൾ ഓക്കെ എന്നാണ്. പക്ഷെ ഗബ്രിയുടെ സംസാരം സത്യം പറയുമല്ലോ, പുറത്തിരുന്ന് കാണുന്നവർക്കാണെങ്കിൽ ഒന്നും അവനൊന്ന് കുത്തിയാലോ എന്ന് തോന്നും. അതേപോലെ ഇറിറ്റേറ്റിംഗ് ടോക്കാണ് ഗബ്രി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അഹങ്കാരമല്ല, വിവരമില്ല, ബോധമില്ലാത്ത ഒരു സാധനം. ലിറ്ററലി റോക്കിയോടെ എനിക്ക് ഇതേവരെ സീസൺ 5 വരെ അല്ലെങ്കിൽ സീസൺ 4 വരെ ഒരു ഹേറ്റഡ് കണ്ടസ്റ്റന്റിന് നമ്മൾ അങ്ങനെ പെട്ടെന്ന് ആരെയും അങ്ങനെ വെറുക്കുന്ന കൂട്ടത്തിലല്ല. അത്ര എക്സ്ട്രീം ആയാലും ഒന്ന് ചിന്തിച്ച് അയാളുടെ സാഹചര്യമൊക്കെ ചിന്തിച്ചിട്ടേ ചെയ്യുള്ളൂ. പക്ഷെ ഇവിടുത്തെ സീസൺ 6 ഇപ്പോൾ ഉള്ളവരിൽ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സാധനം ഒറ്റണത്തിനുമില്ല. എല്ലാവർക്കും കുത്തും ഇടിയും റിവെഞ്ചും ബാക്ക് സ്റ്റാബും കാര്യങ്ങളൊക്കെയാണ്. ഇന്നലെ തന്നെ ആ ഒരു ടാർഗറ്റ്, ഇഗ്നോർ, പ്രൊട്ടക്റ്റ് എന്നുള്ള ഒരു ഗെയിമിൽ എന്തൊക്കെയാണ് അവൻ കാണിച്ചുകൊണ്ടിരുന്നിരുന്നത്. ഹൗ ഡെയർ ആക്ച്വലി. ജിൻഡോ വേസ്റ്റ് ആണ്, ജിൻഡോനെ തൊടാനുള്ള ഐറ്റം. ഇവനൊക്കെ ഏത് കാനാക്കാട്ടിന്നാ വരുന്നത്? ഇവനൊക്കെ എന്താ, ഇവനൊക്കെ ആരാ, ഇവനെന്താ വിചാരിച്ച ബിഗ് ബോസ് ആണ് ഇവന്റെ അവസാനത്തെ ലൈഫിലെ എൻഡിലെ ഒരു ഷോ എന്നോ, അല്ലെങ്കിൽ ഇത് ഭയങ്കര സംഭവമാണ്. പക്ഷെ ഗബ്രി മറക്കുന്ന ഒരു കാര്യമുണ്ട്, അയാളുടെ ക്യാരക്ടർ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ജിൻഡോയെ തൊടാൻ പറ്റാത്ത രീതിയിൽ എന്ത് ആണ് ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അയാൾക്ക് എന്തോരം ഹേർട്ട് ആയിട്ടുണ്ടാവും. അല്ലെങ്കിൽ അവിടെയുള്ള ഒറ്റ കണ്ടസ്റ്റന്റ് ഇതിനെപ്പറ്റി ചോദിച്ചില്ല എന്തുകൊണ്ടാണ് ഗബ്രി അങ്ങനെ സംസാരിച്ചെന്നുള്ളത്. ജിൻഡോന്റെ ഫാമിലിക്ക് എത്ര പേർക്ക് ഹേർട്ട് ആയിട്ടുണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്കി. അതങ്ങനെ പറയാൻ പാടുണ്ടോ? ഈ ഒരു ഐറ്റത്തിനെ പറ്റിയിട്ട് ലാലേട്ടൻ ചോദിക്കും. ഇത്തവണ ലാലേട്ടൻ വരുമ്പോൾ ചോദിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഇവനെ കൊണ്ടുണ്ടല്ലോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പവർ ടീമിൽ വരുന്ന അടുത്ത ആൾ ആരാണെങ്കിലും എന്താണെങ്കിലും ജിൻഡോന്റെ ബോഡി മസാജ് ചെയ്യിപ്പിക്കണം ഫുള്ള് കൈ. എന്താണ് അവന്റെ ജിൻഡോനെ തൊട്ട ആളിൽ ഇത്ര വേസ്റ്റ് അറപ്പെന്നൊക്കെ പറയാനായിട്ടുള്ള കാര്യം എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇതാണ് വിഷയം. ഒരു കാര്യം പ്രസന്റ് ചെയ്യുമ്പോൾ എത്ര ദേഷ്യമുള്ള ആളാണെങ്കിലും അതിനകത്തും കുറച്ച് ഹെൽത്തി ആർഗ്യുമെന്റ്, ഹെൽത്തി കോൺവെർസേഷൻ വരുമ്പോഴാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം പുറത്തേക്ക് വരുന്നത്. ഇവര് രണ്ടുപേരും, ജിൻഡോ സംസാരിക്കുമ്പോൾ ഇവൻ നിലത്തിരിക്കുന്നു, കളിയാക്കുന്നു, തൊടണ്ട, പറഞ്ഞാൽ മതി, ഞാൻ വച്ചാൽ മതി, അത്ര പോലും തൊടാൻ പാടില്ലാതിരിക്കാനായിട്ട് എന്തും ആണ് ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഓക്കേർഡ് ഫീൽ ചെയ്ത് തോന്നി. ഇതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഗെയിമാണെങ്കിലും ആ ഗെയിമിലൂടെ ഓരോ വ്യക്തികൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, എങ്ങനെ സംസാരിക്കുന്നു, എങ്ങനെ ക്യാരക്ടർ പുറത്തേക്ക് വരണമെന്നൊക്കെ ബിഗ് ബോസ് കാണുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇന്നലെ ടി വിയിൽ വന്നിട്ട് ഓൾമോസ്റ്റ് ആ ഒരു പ്രൊട്ടക്റ്റിങ് ഇതിൻ്റെയൊക്കെ സംഭവം പലരുടെയും പറഞ്ഞില്ലെങ്കിലും ഗബ്രിയുടെ കംപ്ലീറ്റ് പറയിപ്പിച്ചു. അതേപോലെ ഗബ്രിയെ പറ്റിയിട്ട് എന്തെങ്കിലും പറയുമ്പോൾ അല്ലെങ്കിൽ ജിൻഡോൻ്റെതായ പ്ലസ് പോയിന്റ്സ് പറയുമ്പോൾ ജാസ്മിനും അവിടെ നിന്ന് പുച്ഛിച്ച് തള്ളുകയാണ്. അവൾ കുറെ കോപ്രാങ് കാണിക്കുക, അത് കാണിക്കുക, ഇത് കാണിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ. അവളുടെ ഫാദറിന് വയ്യാന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചതെന്ന് പറഞ്ഞിട്ട് ഇന്ന് തന്നെ ലൈവിൽ പറയണ്ടായിരുന്നു. വാപ്പ വിളിച്ച് പൊരിച്ചെടുത്തു. അപ്പോൾ കണ്ടസ്റ്റൻസിനെ എല്ലാവരെയും, പ്രേക്ഷകരെല്ലാവരെയും പറ്റിക്കുന്ന രീതിയിൽ ഒരു മൂവാണ് അവിടെ ജാസ്മിന്റെ ഭാഗത്തു നിന്ന്. അതേപോലെ ബിഗ് ബോസ് പറഞ്ഞത് അവരുടെ പേഴ്സണൽ മാറ്റർ ആണ്. ഐ റെസ്പെക്ട് ബിഗ് ബോസ്, കാരണം അത് അവരുടെ പേഴ്സണൽ മാറ്റർ ആണ്. കാരണം ഇപ്പോൾ ഫാദർ വിളിച്ച് ചീത്ത പറഞ്ഞതാണെങ്കിലും അത് അവരുടെ പേഴ്സണൽ മാറ്റർ ആയിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ ജാസ്മിന്റെ ഭാഗത്തുനിന്ന് ആ ടോക്ക് വന്നു, വാപ്പ വിളിച്ച് പൊരിച്ചെടുത്തു എന്നുള്ള രീതിയിൽ. അതൊരു ചെറിയ കണ്ടന്റ് ആണ്, അത് അവരുടെ കാര്യം എന്താന്ന് വെച്ചാൽ അതായിക്കോട്ടെ. പക്ഷെ എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇന്നലെ ഗബ്രിയുടെ ആറ്റിറ്റ്യൂഡ് പല സിറ്റുവേഷനിലും, ജിൻഡോന്റെ പുറകെ നടന്ന് മണ്ടാന്ന് വിളിക്കുക, ഇവനെ എപ്പോഴും പറയുന്ന ഒരു ഡയലോഗ് ഞാൻ ഇതിനു മുമ്പ് വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ആണാണെങ്കിൽ പറയടാന്നൊക്കെ. എന്ത് തേങ്ങയാണ് അവൻ കുത്തു കിട്ടാത്തതിനെ അവന്റെ വർത്താനം കേൾക്കുമ്പോഴേക്കും പുളിയും. ഇന്നലെ എനിക്ക് ശരിക്കും മൈൻഡിൽ ഇറിറ്റേറ്റ് ആയത് ഇതാണ്, വേസ്റ്റ് ക്യാരക്ടർ, വേസ്റ്റ്, ബിഗ് ബോസിലെ വേസ്റ്റ് എന്ന് ജിൻഡോനെ പറയുമ്പോൾ അയാളുടെ ഉള്ളിൽ എന്തൊരു വിഷമം ഉണ്ടാവുന്നു. മനുഷ്യന്മാരല്ലേ, നമ്മൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ പറയുമ്പോൾ ഒരു ഇതുണ്ടാവില്ലേ, തൊടാൻ സമ്മതിക്കില്ല. അവന്റെ ഐറ്റം ലാലേട്ടം വരുമ്പോൾ തീർത്തു കൊടുക്കണം. പ്രേക്ഷകരും അതേപോലെ വോട്ടിങ്ങിലൂടെ ആണെങ്കിൽ ആ പ്രതിഷേധം കാണിക്കണം. അന്തം ഫാൻസ് ഇവിടെ വന്ന് കുന്തളിപ്പ് കാണിക്കണ്ട. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ആരെയെന്ന് വെച്ചാൽ സപ്പോർട്ട് ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യും. പക്ഷെ ബാക്കിയുള്ളവർ വാമൂടി കെട്ടാനായിട്ടും അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്നതുകൊണ്ട് ബാക്കി എല്ലാവരും ഗബ്രിയെ സ്നേഹിക്കണമെന്ന് വാശി പിടിച്ചിട്ടൊരു കാര്യമില്ല. അവന്റെ ഐറ്റത്തിന്റെ കാര്യം ഈ വീക്കെൻഡിൽ ലാലേട്ടൻ തീരുമാനമാക്കണം.